അപ്പൊ അവരെന്ത് ചെയ്തു? തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഉശൈറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴേക്ക് ഇവര് എസ്കേപ്പ് ആയി മുങ്ങി അവിടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ അവരെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തിരിച്ചെന്ത് ചെയ്തു? മദീനയിലേക്ക് തന്നെ കടന്നു വരികയാണ്. ആ കച്ചവട സംഘത്തിന്റെ നീക്കങ്ങളെല്ലാം തിരിച്ചറിയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 സ്വഹാബികൾ അവിടെ നിയോഗിച്ചിരുന്നു. ഒന്ന് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, 2 മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. 2 സ്വഹാബികളെ നബി തങ്ങൾ അവിടെ നിർത്തി. ഇനി ഇവർ തിരിച്ചു വരുന്നാങ്ങാനും കണ്ടാൽ ഉടനെ വിവരറിയിക്കാൻ വേണ്ടി 2 പേരെ നിർത്തുകയാണ്. അവരവിടെ മുഴുവൻ മരിച്ചവർക്ക് തിരിച്ചു വരുന്നത് കണ്ടാൽ ഉടൻ നബി തങ്ങൾക്ക് വിവരം കൊടുക്കണം. അങ്ങനെ ഹൗറാ എന്ന സ്ഥലത്തെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, കച്ചവട സംഘം ഷാമിൽ നിന്ന് തിരിച്ചു പോകുന്നത് കണ്ടു. ഹൗറാ എന്ന സ്ഥലത്ത് ഈ 2 സഹാബികൾ അവിടെ ഇവിടെയൊക്കെ പരതാണ്. ഇവര് തിരിച്ചു പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഇവര് കച്ചവടമൊക്കെ കഴിഞ്ഞ് ലാഭമായിട്ട് വലിയ ലാഭം ഉണ്ടാക്കിയിട്ട്, മുസ്ലിങ്ങളെ സ്വത്ത് കട്ടിട്ടാണ് ഈ കച്ചവടത്തിന് പോയത്. അങ്ങനെ കച്ചവടമൊക്കെ ബിസിനസ്സൊക്കെ കഴിഞ്ഞിട്ട് ലാഭമായിട്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അവര് അന്ന് മുസ്ലിം അല്ല, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്, അവരും സംഘവും ഷാമിൽ നിന്ന് അവരുടെ നാടായ മക്കയിലേക്ക് തിരിച്ചു പോകുന്നത് ആര് കണ്ടു? ത്വൽഹ റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ വിവരം അറിയിച്ചു. ഇങ്ങനെ അവര് തിരിച്ചു പോകുന്നത് കണ്ടിട്ട് നിന്നാലെ സ്ഥലം എത്തിയിട്ടുണ്ട്. അവരുടെ അടുക്കൽ 1000കണക്കിന് ഒട്ടകങ്ങളുണ്ട്. 1000 ഒട്ടകങ്ങളുണ്ട്. അല്ലാഹ്, 1000കണക്കിന് 10000കണക്കിന് സ്വർണ്ണ നാണയങ്ങളുണ്ട്. മുസ്ലിമീങ്ങളെ സ്വത്തടിച്ചു മാറ്റി വിറ്റ് വലിയ പൈസ ആക്കിയിട്ട് തിരിച്ചു വരികയാണ്. വലിയ സമ്പത്തിന്റെ കൂമ്പാരമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം അറിയിച്ചു. തങ്ങൾ സ്വഹാബികളെ വിളിച്ചു പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, ഹാദി ഐറു ഖുറൈശിൻ ഫീഹാ അംവാലുഹും ഫഖ്രിജൂ ഇലൈഹാ ലഅല്ലല്ലാഹ യൂഫിലകുമുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എല്ലാവരും ആ ഖുറൈശി പടയെ നേരിടാൻ തയ്യാറായിക്കോളൂ. അവരുടെ അടുക്കൽ വലിയ സമ്പത്തുണ്ട്, നമ്മുടെ സ്വത്തടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിറ്റ് കച്ചവടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരെ നേരിടാൻ എല്ലാവരും തയ്യാറാകണം. സുബ്ഹാനല്ലാഹ്. ഫഖ്രിജൂ ഇലൈഹാ, പുറപ്പെടാൻ റെഡി ആയിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം ചെയ്തേക്കാമെന്ന് പറഞ്ഞ് സഹാബികളെ എന്ത് ചെയ്യാണ്? നബി തങ്ങൾ തയ്യാറാക്കുകയാണ്. ഇതൊന്നും അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന ശീലമല്ല. നമ്മുടെ സ്വത്തടിച്ചു മാറ്റി ഒരാൾ പോയി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കി ഒരാൾ, സങ്കല്പിക്കും, നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്താക്കി, എന്നിട്ടും സ്വൈരം തരുന്നില്ല, വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവാണ്. നിങ്ങൾ ചോദിക്കുമല്ലോ, ചോദിക്കാൻ പറയാതെ മുഴുവൻ ക്ഷമിച്ചു കൊടുക്കും? ഒരിക്കലും ഇല്ല. അവിടെ ചോദിക്കും ആളുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി റെഡിയാവുകയാണ്. ആ പ്രസ്തുത കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മുസ്ലിമീങ്ങൾ സജ്ജരാവുകയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി പോയതല്ല, കാരണം വളരെ വളരെ ആൾഫലം കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘത്തിന് ആൾഫലം കുറവാണ്. ശത്രുക്കളാണ് ഇഷ്ടം പോലെ ഉണ്ട്, മക്കയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ കച്ചവട സംഘത്തിൽ ആള് കുറവാണെങ്കിലും മക്കയിൽ ഇഷ്ടം പോലെ ഉണ്ട്. സൂചന കൊടുത്തു കഴിഞ്ഞാൽ മക്കത്ത് നാളിറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10-300 ചില്ലാനം ആളുകളേ ഉള്ളൂ. 313 ആളുകൾ, 314 ആളുകൾ, എങ്ങനെയൊക്കെയാണ് അഭിപ്രായം. അപ്പൊ സാധാരണ പ്രബലമായ അഭിപ്രായം 313 ആളുകളാണ് മുസ്ലിം പക്ഷത്തുള്ളത്. സുബ്ഹാനല്ലാഹ്. അതിൽ 64 മുഹാജിരീങ്ങളുണ്ട്, ബാക്കിയൊക്കെ അൻസാറുകളാണ്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവർ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീന നിവാസികളായ ആളുകൾ, തങ്ങളെയും സഹാബത്തിനെയൊക്കെ സ്വീകരിച്ച് സഹായിച്ച് എല്ലാ ഹെൽപ്പും ചെയ്ത മഹത്തുക്കളാണ് അൻസാറുകൾ എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. അൻസാറുകളെ സ്നേഹിക്കുക, അവരോട് പ്രിയം വെക്കുക എന്ന് പറഞ്ഞത് ഈമാനിന്റെ ഭാഗമാണ്. മദീനക്കാരെ സ്നേഹിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല, ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ പ്രവാചകനും അനുയായികളും അതാ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ്, പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി സുബ്ഹാനല്ലാഹ് വലിയൊരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല, കാരണം അംഗങ്ങളൊക്കെ കുറവാണ്. 64 മുഹാജിരീങ്ങളും ബാക്കി അൻസാറുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 3 കുതിരകൾ മാത്രമാണുള്ളത്. വെറും 3 കുതിരകൾ മാത്രമാണുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള 3 സ്വഹാബിമാർ, ഒന്ന് മഹാനായ